നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നമ്മുടെ കൊച്ചു കേരളത്തിലെ തിരുവനന്തപുരത്ത് പനച്ചമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മൂടിയതായിട്ട് സംശയം. നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഈ കേരളത്തിൽ സത്യം പറഞ്ഞാൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആഭ്യന്തര വകുപ്പ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഒരു പടുവാഴ നേതൃത്വം കൊടുക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് ഇവിടെ ഉണ്ട്. എന്തോ ഗുണമുണ്ട്? ഭയങ്കരമായ കൊലപാതകങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും അല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ദിവസവുമുള്ള വാർത്തകളൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ്. അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു, മകളെ കൊന്നു, എന്താ പറയണ്ട, ചേട്ടനെ കൊന്നു. എന്തൊരു കഷ്ടമാണെന്നേ. എന്നിട്ടും ഇത് എന്താ പറയണ്ടേ, പിണറായിയുടെ ഭരണം ഭയങ്കര മെച്ചമാണെന്നാണ് ഞങ്ങളുടെ നാട്ടിലെ അന്തംകമ്മികൾ, പൊതുവെയുള്ള അന്തംകമ്മികളും പറയുന്നത്. എന്തോ മെച്ചമാണ്? മനസ്സാക്ഷി തുറന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞതാണ്. എന്തോ മെച്ചമുണ്ട് ഇതിനകത്ത്? ഒരു മെച്ചമില്ല. ദൈനംദിന പ്രശ്നങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ചുരുങ്ങിയ കാലം കഴിഞ്ഞാൽ ചുരുങ്ങിയ മാസം കഴിഞ്ഞാൽ ഉടനെ ഇലക്ഷൻ വരും കേരളത്തിൽ. നിങ്ങൾ ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കിയിട്ട് ഇലക്ഷന് നിങ്ങൾ വോട്ട് കുത്തുക. കാര്യം കേരളം അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ പറയേണ്ട ജിഹാദികളും അതുപോലെ തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പറയുന്നത് BJP അങ്ങ് വലിയ പ്രശ്നം, BJP വർഗീയ രാഷ്ട്രീയം എന്നൊക്കെയാണ് പറയുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലാക്കേണ്ടത് BJP കുറേ കാലമായി ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നുണ്ട്. അവിടേക്ക് ഒന്ന് നമ്മളൊന്ന് കണ്ണോടിക്ക്, നമ്മൾ കണ്ണ് തുറന്നൊന്ന് കാണ്. നമ്മളിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ പോലും നമുക്കത് കിട്ടാൻ. ഇവിടെ ഒരു കാലത്തും BJP ഇവിടെ അധികാരത്തിൽ വന്നിട്ടില്ല കേരളത്തിൽ ഇതുവരെ. നമുക്ക് ഒരു MLA ഉണ്ടായിരുന്നു. ആ MLA നമ്മുടെ മുരളീധരൻ ചേട്ടൻ പൂട്ടിച്ചു. ആ ചേട്ടനെ നമ്മൾ പൂട്ടിച്ചു, തൃശ്ശൂരിട്ട് മൂന്നാമതാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരിക്കലും BJP കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല. നമുക്ക് ഒരു MP ഉണ്ട്, സുരേഷ് ഗോപി, ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ചേട്ടൻ, നമ്മുടെ MP തൃശ്ശൂരിൽ നിന്നുള്ള അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ പലരെയും രാജ്യസഭയിൽ മറ്റ് സ്ഥലത്തും കൊണ്ടുപോയിട്ട് നമ്മളിവിടെ ജോർജ് കുര്യൻ സാറിനെ പോലെയും അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയും നമ്മുടെ മുരളീധരൻ ചേട്ടനെ പോലെയൊക്കെയുള്ള പലരെയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിക്കേണ്ടതേ, BJP അധികാരത്തിൽ കേരളത്തിൽ വന്നിട്ടേ ഇല്ല. പക്ഷേ CPM, കോൺഗ്രസ് ഇവർ രണ്ടുപേരും കൂടി മാറി ഈ കേരളം ഭരിച്ച് ഒരു പഴുതിയാക്കി ഇട്ടേക്കുക. എന്നിട്ട് BJP വരല്ലേ? ഒരു പ്രാവശ്യം നിങ്ങൾ BJPക്ക് ഒരു അവസരം കൊടുക്ക്. എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ ഒന്ന് ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു ശക്തിയായ അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, ഒരു നിശ്ചയദാർഢ്യമുള്ള സർക്കാർ ഉണ്ടാവണം. അപ്പോൾ കേന്ദ്രത്തിൽ BJPക്ക് അതുണ്ട്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. നമ്മളിവിടെ ഈ പറയുന്ന പോലെ ആൾക്കാരുടെ മതശക്തികളുടെ കൈപ്പിടിയിലൊന്നുമല്ല. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസും CPM-ഉം ഇവിടുത്തെ ഇസ്ലാമിക ശക്തികളുടെ കൈപ്പിടിയിലാണ്. ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പ്രശ്നം BJP ആണ് വർഗീയത, RSS ആണ് വർഗീയത. എന്ത് വർഗീയത? യുവമാരല്ലേ ഇവിടെ വർഗീയത കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും കാണിക്കുന്ന അത്ര വർഗീയത ആര് കാണിക്കുന്നുണ്ട്? വേറെ ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? അന്നേരം BJPയെ അധികാരത്തിൽ വരാതിരിക്കാൻ, BJP ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ അധികാരത്തിൽ വന്നാൽ, BJP വന്നുകൊണ്ടുള്ള ഗുണം ജനങ്ങൾ മനസ്സിലായാൽ ഈ കേരളം BJP ഭരിക്കും, തിരിച്ചു പിടിക്കും. ഭരിക്കും എന്നുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. അതെന്തായാലും BJP ഇവിടെ ഭരിക്കും, കേരളം പിടിക്കും. കാര്യം പുതിയ തലമുറ, ഇപ്പോൾ വരുന്ന തലമുറകളെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞു. കാര്യം തോന്നിയ പോലെയാണ് ഭരണങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ കേരളത്തിലെ ഭരണം തോന്നിയ പോലെ. പിണറായി വിജയൻ സർക്കാർ അങ്ങ് അഴിഞ്ഞാടുവാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ ഇപ്പോൾ നാണ്ടപ്പോൾ തുക ശമ്പളം കൂട്ടുന്നു, അവർക്ക് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ പൈസ കൂട്ടുന്നു. പക്ഷേ ഒന്ന് ആലോചിക്കേണ്ടത്, ഇവിടുത്തെ ഏറ്റവും സാധാരണപ്പെട്ട ആൾക്കാരിലെ ക്ഷേമ പെൻഷൻ മേടിക്കുന്നവരെ, ഇപ്പോൾ ഈ പറഞ്ഞ വിധവാ പെൻഷൻ, സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ മേടിക്കുന്ന 1600 രൂപ. ഈ പിണറായി വിജയൻ സർക്കാർ രണ്ടാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോൾ അവർ പറഞ്ഞത് ഈ പെൻഷൻ 2500 രൂപയാക്കുമെന്നാണ്. അതാണ് ഇപ്പോൾ ഭരണം തീരാൻ പോകും. ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ വരുന്ന 7 മാസത്തിനകത്ത് ഭരണം തീർന്ന് പുതിയ മൂന്നാമത്തെ ടൈം ഇലക്ഷൻ നേരിടാൻ പോകും പിണറായി വിജയൻ സർക്കാർ. ഇതുവരെ 1600 അതുപോലും നേരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ 1600 രൂപ പോലും നേരെ കൊടുക്കാം. ഇലക്ഷൻ്റെ തലേന്നൊക്കെ പോയി രണ്ട് മാസത്തെ കൊടുക്കാനില്ലെന്ന് ഇവിടെയിലില്ല. ഇവർക്ക് ദൂർത്തടിക്കാനല്ല ഉള്ള പൈസ. പക്ഷേ ഇവരുടെയൊക്കെ പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. മന്ത്രിമാർക്ക് കിട്ടേണ്ടതും MLA-മാർക്ക് കിട്ടേണ്ടതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കൂട്ടേണ്ടത് കൂട്ടുന്നുണ്ട്. എല്ലാ അലവൻസൊക്കെ ഉണ്ടായിട്ടും വണ്ടിയും മറ്റു കാര്യങ്ങളും ഓഫീസും എല്ലാം ഉണ്ടായിട്ടും അവരുടെ പെൻഷനും ശമ്പളവും ഒന്നും മുടങ്ങുന്നില്ല.
ഇവിടുത്തെ KSRTC ജീവനക്കാരുടെ, ഇവിടുത്തെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ അവരുടെ, അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ഇതുപോലെ വെറും സാധാരണപ്പെട്ട ആൾക്കാർ അവരുടെയൊക്കെ ഇത് മുടങ്ങുക കൊടുക്കാനില്ല എന്നാലോചിച്ചൊക്കെ. അദ്ദേഹത്തിന് ഈ പിണറായി വിജയനെ ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ആ പറഞ്ഞതിനകത്ത് പോട്ടെ 2500 ആക്കണ്ട, ഒരു 2000 ആക്കി കൊടുക്കാറുന്നില്ല. 2000 ആക്കിയിട്ട് കൃത്യമായിട്ട് ആ പൈസ ഫണ്ടിൽ വിധവകൾക്കും വികലാംഗർക്കും അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷനും കർഷക പെൻഷനൊക്കെ ഇവർക്ക് കൊടുത്തുകൂടെ? സത്യം പറഞ്ഞാൽ ആ ഒരു തുക കിട്ടിയിട്ട് മാസം വീട്ടിലെ കാര്യങ്ങൾ ഓടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് പറയും നമ്മുടെ ചുറ്റുപാടും. ഇതൊന്നും ആരും അറിയുന്നില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല, പ്രശ്നമാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ചർച്ച ചെയ്യണം, പ്രശ്നമാക്കണം, വിഷയമാക്കണം, ചോദ്യം ചെയ്യണം. പറ്റുമെങ്കിൽ കോടതിയിൽ നിന്നൊന്നും പറയുന്ന പോലെ ഒന്നും കിട്ടുന്നില്ല. കോടതികളിൽ പോകണം, കേസാക്കണം. നമുക്ക് ഇലക്ഷൻ നമുക്ക് മുന്നിൽ വരുമ്പോൾ നമുക്ക് ഇവരെ തിരുത്താൻ, ഇവരെ മാറ്റി പുതിയ ആൾക്കാരെ വെക്കാനുള്ളൊരു സമയം തരുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസിനെയോ CPM-നെയോ അല്ല നമ്മളിനി തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളൊരു ഇത്രയും ഈ വായി നോക്കികളെ മാറി 5 കൊല്ലം മാറി നിങ്ങൾ എടുക്കുന്നില്ലേ? ഇപ്പോൾ 2 ടേണായിട്ട് പിണറായി എടുത്ത് തോളത്ത് വെച്ചേക്കുക. എന്താ ഗുണം? കിറ്റും ഈ പറഞ്ഞ വാഗ്ദാനങ്ങളും മാത്രം. വേറെ എന്താ ഗുണം? വേറെ ഒരു ഗുണവുമില്ല. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നല്ല വീഡിയോകളുമായിട്ട് എനിക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന വീഡിയോ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യണം. ഓക്കെ, ജയ് ഹിന്ദ്.